ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആട്ടോ. കുറച്ച് വലിയ ചാപ്റ്ററാണ്, കാൽക്കുലസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, കുറച്ച് വെയിറ്റേജ് അധികമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് വരുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു രണ്ട് ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. സൈൻ എക്സ് ബൈ എക്സ് ആണ് ഫംഗ്ഷൻ. എപ്പോ എക്സ് ലെസ് ദാൻ 0. യെസ്, ആൻഡ് എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കണം വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റെഡി? അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഏതൊക്കെ പോയിന്റിലാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലാതെ വരുന്നത്, അല്ലേ? യെസ്, നമുക്ക് വിത്ത് റെസ്പെക്ട് ടു 0 ആണല്ലോ അല്ലേ? 0ക്ക് വിത്ത് റെസ്പെക്ട് ആയിട്ടല്ലേ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 0യിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാലോ. യെസ്, അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എടുക്കുന്ന പരിപാടി എന്താ? ആ ഫംഗ്ഷന്റെ LHL-ഉം ആ ഫംഗ്ഷന്റെ RHL-ഉം ആ ഫംഗ്ഷന്റെ വാല്യൂവും ഇത് മൂന്നും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, അല്ലേ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റും മൂന്നും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. റെഡി? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. റെഡി? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യേണ്ട മക്കളെ? ശ്രദ്ധിക്കുക, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഞാൻ എടുക്കാം കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. റെഡി? യെസ്. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യുമ്പോൾ 0യേക്കാൾ ചെറിയ നമ്പേഴ്സ്, അല്ലെ? 0 മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അല്ലെ? എക്സിന് 0യേക്കാൾ ചെറിയ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? ശ്രദ്ധിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്. മക്കളെ നോക്കടാ, 0യേക്കാൾ ചെറിയ നമ്പർ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കണം? സൈൻ എക്സ് ബൈ എക്സ് എടുക്കണോ അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 എടുക്കണോ? യെസ്, സൈൻ എക്സ് പ്ലസ് 1 എടുക്കണോ? സൈൻ എക്സ് ബൈ എക്സ് എടുക്കണോ? എക്സ് പ്ലസ് 1 എടുക്കണോ? കണ്ടീഷൻ നോക്ക്. ഇതെന്താ കണ്ടീഷൻ? എക്സ് ഈസ് ലെസ് ദാൻ 0. എക്സ് 0യേക്കാൾ ചെറുത്, അല്ലേ? അപ്പൊ 0യേക്കാൾ ചെറുതാകുമ്പോൾ ഏത് ഫംഗ്ഷൻ എടുക്കണ്ടേ? സൈൻ എക്സ് ബൈ എക്സ് എന്നെടുക്കണം. ഇവിടെ ചാടിക്കേറി എക്സിന് 0 കൊടുക്കരുത്, അല്ലേ? എടാ, ചാടിക്കേറി എക്സിന് 0 കൊടുത്താൽ ശ്രദ്ധിക്കുക, സൈൻ 0 ബൈ 0 ഇൻഡിറ്റർമിനന്റ് ഫോം, അല്ലേ? ഇത് നമ്മൾ +1 പഠിച്ച തിയറം അല്ലേ? എന്താ പഠിച്ചേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ ആൻസർ എന്താ? 1. റെഡി? അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് ബൈ എക്സ്, ആൻസർ എന്ത് കിട്ടി? നമുക്ക് അവിടെ 1 എന്ന് കിട്ടി കേട്ടോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? 1. റെഡി? യെസ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് വാ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. യെസ്. എങ്ങനെ ചെക്ക് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, അല്ലെ? 0യേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് ഇതിൽ വരിക, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ വരിക, അല്ലെ? എഫ് ഓഫ് എക്സ് ഈക്വൽസ് എങ്ങനെ എഴുതണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0യേക്കാൾ വലിയ നമ്പർ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആരാ? എക്സ് പ്ലസ് 1, അല്ലേ? കൊടുത്തോ? ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? ഇതിന് ഡിനോമിനേറ്ററിന്റെ പേടിയൊന്നുമില്ല. ഉണ്ടോ? ഡിനോമിനേറ്റർ ഉണ്ടോ? അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എക്സിന് 0 കൊടുത്തോ, 0 പ്ലസ് 1 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 1. കറക്റ്റ്? യെസ്. ഇനി ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് 0, എഫ് ഓഫ് 0. മക്കളെ, എക്സ് 0 ആകുമ്പോൾ ഏത് ഫംഗ്ഷൻ എടുക്കണം? എക്സ് പ്ലസ് 1, അല്ലേ? യെസ്. എക്സിന് 0 കൊടുത്തടാ, 0 പ്ലസ് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. റെഡി? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 1 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും 1 ആണ്, എഫ് ഓഫ് 0യും 1 ആണ്. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ചോദിച്ചാൽ ഇവിടെ എന്തില്ല? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് കേട്ടോ. യെസ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് k ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണ്. റെഡി? എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് കേട്ടോ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ആ പോയിന്റിൽ
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു, എടാ ഏത് പോയിന്റിലെ ചെക്ക് ചെയ്യണ്ടേ? 5 അല്ലേ? ഓക്കെ, അപ്പോ 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്താ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ പ്രത്യേകത? 5നേക്കാൾ ചെറിയ നമ്പേഴ്സ് അല്ലെ, 4.99, 4.98, 4.97 അല്ലെ, അത്തരത്തിലുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എത്രയെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. റെഡി? യെസ്. അപ്പൊ 5നേക്കാൾ ചെറിയ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? റെഡി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എത്ര കിട്ടും? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരാ? 5നേക്കാൾ ചെറുതാകുമ്പോൾ എത്രയാ? കെ എക്സ് പ്ലസ് 1. കെ എക്സ് പ്ലസ് 1. കറക്റ്റ്. അപ്പോ എക്സിന് 5 കൊടുക്കാലോ. നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 1 ആ, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം കേട്ടോ. ഡിനോമിനേറ്റർ 0 വരുന്ന കേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ കേട്ടോ. എടാ ഇവിടെ 5 കൊടുത്താൽ എത്ര കിട്ടും? കെ ഇൻറ്റു 5 പ്ലസ് 1 എത്ര കിട്ടി? 5k പ്ലസ് 1. കുറച്ച് ഭംഗിയിൽ എഴുതിയാൽ 5k പ്ലസ് 1. റെഡി? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. യെസ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് വാ. യെസ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 0 അല്ലല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് അല്ലെ, 5നേക്കാൾ വലിയ നമ്പേഴ്സ് കേട്ടോ. 5നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് ഫംഗ്ഷനിൽ വരുന്നതെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് അല്ലെ, ഏതാ ഫംഗ്ഷൻ? 3x മൈനസ് 5 അല്ലെ, 3x മൈനസ് 5. ഇവിടെയും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, കാരണം ഇവിടെ ഡിനോമിനേറ്ററിന്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡിനോമിനേറ്റർ 0 ആവുന്ന പ്രശ്നമൊന്നുമില്ല. 3 ഇൻറ്റു 5 മൈനസ് 5 എത്ര കിട്ടും? 15 മൈനസ് 5 ആൻസർ എത്ര കിട്ടും? 10. റെഡി? എടാ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് അല്ലെ. ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ കിട്ടിയ LHL ഉം ഈ കിട്ടിയ RHL ഉം ദേ ആർ ഈക്വൽ. LHL ഉം RHL ഉം ഈക്വൽ ആണ് അല്ലെ. എങ്ങനെ ഈക്വൽ ചെയ്യാം? 5k പ്ലസ് 1 എങ്ങനെ ഈക്വൽ ചെയ്യാം? 10 ഈക്വൽ ചെയ്യാം. 5k is equal to 10 plus 1 അങ്ങോട്ട് മാറിയാൽ 10 minus 1 9. k എത്ര കിട്ടും? k is equal to 9/5. റെഡി? ഓക്കെ ഓക്കെ. അപ്പോ ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ് യെസ്. ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, 2 മാർക്ക് 3 മാർക്കിലൊക്കെ ചോദിക്കാറുണ്ട്. കെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ വിടാതെ പഠിക്കണം. കണ്ടിന്യൂസ് ആണ് എങ്കിൽ LHL ഉം RHL ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റെഡി? യെസ്. ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. എടാ കണ്ടിന്യൂസ് ആയിരിക്കണം, പക്ഷെ എന്താവരുത്? ഡിഫറൻഷ്യബിൾ ആവരുത്. മോഡുലസ് ഫംഗ്ഷൻ അല്ലേ? മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ മക്കളെ ശ്രദ്ധിക്കടാ, ഇത് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയും ബ്രേക്ക് ചെയ്യുന്നില്ല കണ്ടോ. ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി. റെഡി? എവിടെയും ബ്രേക്ക് ചെയ്യുന്നില്ല. യെസ് മക്കളെ, ഈ സംഗതി ഡിഫറൻഷ്യബിൾ ആണോ? ശ്രദ്ധിക്കുക, ഇതുപോലെ ഷാർപ്പ് ടേൺസ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, ആ പോയിന്റുകളിൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ആ പോയിന്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പോ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ അല്ലേ? യെസ്. d by dx of sin x cube എങ്ങനെ ചെയ്യണ്ടേ? d by dx of sin x cube ശ്രദ്ധിക്കട്ടോ. d by dx of sin x cube എങ്ങനെ ചെയ്യണം ശ്രദ്ധിക്കാം. നമുക്ക് ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരാ? സൈൻ അല്ലേ? സൈൻ ഫംഗ്ഷൻ അല്ലേ? നമുക്കറിയാവുന്ന റിസൾട്ട് ഇവിടെ എഴുതിക്കോ. d by dx of sin x വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ആൻസർ? cos x. d by ds of sin x വന്നാൽ ആൻസർ എന്താ? cos x. മക്കളെ ഇവിടെ x അല്ല, എക്സിന് പകരം ആരാ വന്നത്? എക്സ് ക്യൂബാ വന്നത്. എക്സ് ഇരിക്കേണ്ട സ്ഥലമായിരുന്നു, പക്ഷെ എക്സിന് പകരം അവിടെ ആര് വന്നിരുന്നു? എക്സ് ക്യൂബ് വന്നിരുന്നു അല്ലെ. എന്ത് ചെയ്യണം? പകരം വന്ന ആളെ നിങ്ങൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആണ് എന്ന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അപ്പൊ സൈൻ എക്സ് ആണെങ്കിൽ എന്താ? കോസ് എക്സ് അല്ലേ. അപ്പൊ സൈൻ എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? കോസ് എക്സ് ക്യൂബ്. റെഡി? ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ പകരം വന്ന ആളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എഴുതി അല്ലേ അല്ലേ. അപ്പൊ പകരം വന്ന ആളെ പരിഗണിച്ചല്ലോ, കൺസിഡർ ചെയ്തല്ലോ. അപ്പൊ അതിന് റിട്ടേൺ ആയിട്ട് അയാളെ എന്ത് വാങ്ങിക്കണം? അയാളുടെ ഡെറിവേറ്റീവ് വാങ്ങിക്കണം കേട്ടോ. ഓക്കെ. അപ്പോ എക്സ് ക്യൂബിനെ എക്സ് ആക്കി വെച്ചാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യണം? d by dx ഓഫ് ആരെയാണോ നിങ്ങൾ എക്സ് ആക്കി വിചാരിച്ചത് അയാളുടെ ഡെറിവേറ്റീവ് എടുക്കാം. റെഡി? എങ്ങനെ d by dx ഓഫ് എക്സ് ക്യൂബ് കണ്ടുപിടിക്കുക? d by dx ഓഫ്
എക്സ് റേസ് ടു എൻ എങ്ങനെ ചെയ്യാം? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എസ് ഓഫ് എക്സ് ക്യൂബ് എങ്ങനെ ചെയ്യടാ? 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 എത്രയാ? സ്ക്വയർ. ആൻസർ കോസ് എക്സ് ക്യൂബ് ഇൻറ്റു 3x സ്ക്വയർ. റെഡി? ഈ എക്സ് ക്യൂബും എക്സ് സ്ക്വയറും ഇൻറ്റു ചെയ്യരുത് കേട്ടോ, അതിബുദ്ധി കാണിക്കരുതേ. യെസ്, ഈ എക്സ് ക്യൂബ് കോസിനകത്താ, ഒന്നും ചെയ്യരുത്, അത് അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാ കേട്ടോ. ഓക്കെ, ആൻസർ കോസ് എക്സ് ക്യൂബ് ഇൻറ്റു 3x സ്ക്വയർ. റെഡി? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൈൻ ഓഫ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം കേട്ടോ. ഇതിനെ ചെയിൻ റൂൾ എന്നൊക്കെ പറയും, അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഡി ബൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം ഇഫ് y പ്ലസ് സൈൻ y ഈക്വൽ ടു കോസ് എക്സ്. ശ്രദ്ധിക്കട്ടോ, y പ്ലസ് സൈൻ y ഈക്വൽ ടു കോസ് എക്സ് അല്ലേ മക്കളെ? ശ്രദ്ധിച്ചേ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. dy ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. റെഡി? എടാ, dy ബൈ ഡി എക്സ് പറഞ്ഞാൽ y വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ? അപ്പോ എല്ലാ ടേംസിനും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് all terms with respect to x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എല്ലാ ടേംസിനും x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എങ്ങനെ ചെയ്യണം? ഇവിടെ നോക്കിക്കോ, ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ആരാ y പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ y അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. റെഡി? യെസ്. എടാ, ഡി ബൈ ഡി എക്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ മക്കളെ? dy ബൈ ഡി എക്സ് പ്ലസ് എങ്ങനെയാ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ y ചെയ്യാം? ശ്രദ്ധിച്ചേ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ ആൻസർ എന്താ? കോസ് എക്സ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ ആൻസർ കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓക്കെ, സൈൻ ഓക്കെ. മക്കളെ, എക്സ് ആണ് ഇവിടെ ഉള്ളത്? അല്ല, എക്സിന് പകരം അവിടെ y വന്നു അല്ലെ? എക്സ് ഇരിക്കേണ്ട സ്ഥലമായിരുന്നു, പക്ഷേ എക്സിന് പകരം ആര് വന്നു? y. അപ്പോൾ എക്സിന് പകരം ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക, ആ വന്ന ആളെ നമ്മൾ എന്താക്കി അസ്യൂം ചെയ്യുക? എക്സ് ആണ് എന്ന് വിചാരിക്കുക. സൈൻ എക്സിന്റെ കോസ് എക്സ് അല്ലേ? അപ്പൊ സൈൻ വൈന്റെ എങ്ങനെ എഴുതണം? കോസ് y. കഴിഞ്ഞോ? ഇല്ല. ആരാണോ അവിടെ പകരം വന്നത്, ആരെയാണോ നിങ്ങൾ എക്സ് ആക്കി വിചാരിച്ചത്, അയാളുടെ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ y എന്ന് പറയുന്ന ആളെ എക്സ് ആക്കി എടുത്തിട്ടാണ് ഈ റിസൾട്ട് ഒക്കെ എഴുതിയത് അല്ലെ? എന്ത് ചെയ്യണം? y-ന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് dy ബൈ dx ഇസ് ഈക്വൽ ടു cos x ന്റെ ഡെറിവേറ്റീവ്. എന്താ cos x ന്റെ ഡെറിവേറ്റീവ്? മൈനസ് sin x. റെഡി? dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. dy ബൈ dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും dy ബൈ dx ഉണ്ട്, ഇവിടെയും dy ബൈ dx ഉണ്ട് അല്ലെ? dy ബൈ dx കോമൺ എടുത്തേ. dy ബൈ dx കോമൺ എടുത്താൽ മക്കളെ ഇത് 1 പ്ലസ് cos y എന്ന് വരും. This is equal to minus sin x. Ready? So final answer, dy by dx is equal to മക്കളെ dy by dx into 1 plus cos y ആണ് minus sin x അല്ലേ? അപ്പൊ dy by dx എങ്ങനെ മാറ്റി എഴുതാം? minus sin x divided by 1 plus cos y. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? അത്തരം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? യെസ്. y is equal to tan inverse 3x minus x cube divided by 1 minus 3x square ആണ്. Find dy by dx. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിപ്പിച്ച സമയത്ത് ഇതിന്റെ കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും. ടാൻ ഇൻവേഴ്സ് ഒരു വലിയ ഫംഗ്ഷൻ അവിടെ ബ്രാക്കറ്റിനകത്തുണ്ട് അല്ലേ? എന്താ കൺസെപ്റ്റ്? ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞിട്ട് ഇത്രയും ആള് ടാൻ സംതിങ് ആണ് എങ്കിൽ, ടാൻ ഓഫ് ഒരു ആംഗിൾ ആണ് എങ്കിൽ എളുപ്പം നമുക്ക് ആൻസർ തീറ്റ എന്ന് എഴുതാം അല്ലേ? ഇവിടെ 2 തീറ്റ ആണെങ്കിൽ 2 തീറ്റ, 3 തീറ്റ ആണെങ്കിൽ 3 തീറ്റ അല്ലേ? ഇത്രേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്ന ആൾ എന്തായിരിക്കണം? ടാൻ ആയിരിക്കണം. റെഡി? യെസ്. അപ്പൊ ബ്രാക്കറ്റിനകത്ത് ആള് 3x മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. മക്കളെ, ആ സ്ട്രക്ചറുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ ടാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ടാൻ 3 തീറ്റ ഓർമ്മണ്ടോ? ടാൻ 3 തീറ്റ എന്തായിരുന്നു? 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. അതേ സ്ട്രക്ചർ അല്ലേ? നോക്കണം. 3 എക്സിന് പകരം ടാൻ തീറ്റ മൈനസ് മൈനസ് എക്സിന് പകരം ടാൻ. അഗൈൻ ഡിവിഷൻ ഉണ്ട്, 1 ഉണ്ട്, മൈനസ് ഉണ്ട്, 3 ഉണ്ട്, ടാൻ സ്ക്വയർ അല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ടാൻ തീറ്റ കൊടുത്താൽ മതിയാവും അല്ലേ? എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതണം തീറ്റ എന്താ മക്കളെ? ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ്.
ഇതൊക്കെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, y ഇസ് ഈക്വൽ ടു ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിനകത്ത് 3 ഇൻറ്റു എക്സിന് പകരം ടാൻ തീറ്റ മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ എത്രയാ, ടാൻ സ്ക്വയർ തീറ്റ. y is equal to tan inverse എന്താ 3 tan theta minus tan cube theta by 1 minus 3 tan square theta, tan 3 theta കൊടുത്തോ. tan inverse tan 3 theta, tan inverse tan 3 theta എന്താടാ 3 theta, 3 into theta. ആരാ മക്കളെ theta? tan inverse x. അപ്പൊ ഇത് കണ്ടുവെച്ച് നിർത്തരുത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് dy by dx. ഈ y ന്റെ ഡിഫറൻസിയേഷൻ അല്ലെ, dy by dx ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ, 3 കോൺസ്റ്റന്റ് പുറത്ത് എന്താ tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ്, tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x സ്ക്വയർ. ആൻസർ എഴുതാം 3 by 1 plus x സ്ക്വയർ. റെഡി, 3 by 1 plus x സ്ക്വയർ. ക്ലിയർ ആണോ, ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, x equal to a into theta plus sin theta, y is equal to a 1 minus cos theta, find dy by dx. എടാ തൊട്ട് മുന്നേ വരെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ വൈയും എക്സും മാത്രമേ ഉള്ളൂ, കണ്ടോ, വൈയും എക്സും മാത്രമേ ഉള്ളൂ. ഇവിടെ വൈക്കും എക്സിനും പുറമെ മൂന്നാമതൊരാൾ വന്നല്ലോ, തീറ്റ അല്ലെ. അത്തരം ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണെന്ത്, പാരാമെട്രിക് ഫംഗ്ഷൻസ് അല്ലെ. ഇവിടെ പാരാമീറ്റർ എന്ന് പറയുന്ന ആളാരാ, എക്സിനും വൈക്കും പുറമെ മൂന്നാമതായി വന്ന ആ അതിഥിയാണ് ആര്, പാരാമീറ്റർ തീറ്റ. റെഡി, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് നമുക്ക് തന്നു ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ അല്ലെ, തീറ്റയുടെ ഫംഗ്ഷൻ ആയിട്ടല്ലേ തന്നെ. തീറ്റയ്ക്ക് ഓരോ വാല്യൂസ് കൊടുക്കും തോറും അല്ലേ എക്സ് മാറാ അല്ലെ. എയും ബിയും കോൺസ്റ്റന്റ് കേട്ടോ, സോറി എ കോൺസ്റ്റന്റ് ആ. യെസ്, വൈ നമുക്ക് തന്നു, വൈയും എന്ത് തന്നെയാ മക്കളെ, എഫ് ഓഫ് തീറ്റ, ഫംഗ്ഷൻ ഓഫ് തീറ്റ അല്ലേ. നോക്കടാ, a into 1 minus cos theta, തീറ്റയ്ക്ക് ഓരോ വാല്യൂസ് കൊടുക്കും തോറും മക്കളെ വൈയുടെ വാല്യൂ മാറില്ലേ, മാറും. റെഡി, അപ്പോ എക്സും വൈയും ഡയറക്റ്റ് റിലേഷൻ അല്ല, മറിച്ച് എക്സും വൈയും ഇൻഡയറക്റ്റ് റിലേഷനാണ് അല്ലെ. രണ്ടുപേരും ആരോടാ റിലേഷനിൽ വരുന്നേ, തീറ്റ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ dy by dx നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, dy by d theta ചെയ്യണം ഡിവൈഡഡ് ബൈ dx by d theta. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉടനടി നിർബന്ധമായിട്ടും ഈ ഇക്വേഷൻ എഴുതി വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങാം. റെഡി, പാരാമെട്രിക് ഫോമിലാണെങ്കിൽ dy by dx കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം തന്നെ എഴുതി വെക്കണം കേട്ടോ. യെസ്, അപ്പൊ ശ്രദ്ധിക്കുക, dy by d theta കണ്ടുപിടിക്കുന്നത് കേട്ടോ, dy by d theta. ശ്രദ്ധിക്കുക, d by d theta of y ആരാ, a into 1 minus cos theta. റെഡി മക്കളെ, എ കോൺസ്റ്റന്റ് അല്ലേ, എ കോൺസ്റ്റന്റ് ആണെങ്കിൽ എ പുറത്ത് വെക്കാലോ, നമുക്ക് എന്ത് കിട്ടും, d by d theta of 1 minus cos theta അല്ലെ. എ കോൺസ്റ്റന്റ് പുറത്ത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, a ഇൻറ്റു എസ് d by d theta of 1 ചെയ്യണം മൈനസ് d by d theta of cos theta ചെയ്യണം. എന്താ d by d theta of 1, എന്താ d by d theta of 1, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ 1 ഒറ്റയ്ക്കാണ് നിൽക്കുന്നെങ്കിൽ ഡെറിവേറ്റീവ് എന്താ, 0 അല്ലെ. ഇവിടെ കൊടുക്കാം 0 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്. എന്താ മക്കളെ കോസ് തീറ്റ ഡെറിവേറ്റീവ്, കോസ് തീറ്റ ഡെറിവേറ്റീവ് d by d theta of cos theta എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ അല്ലെ, മൈനസ് സൈൻ തീറ്റ അല്ലേ. യെസ്, അപ്പോ 0 മൈനസ് മൈനസ് സൈൻ തീറ്റ കൊടുക്കുമ്പോൾ 0 മൈനസ് മൈനസ് പ്ലസ് അല്ലേ, 0 പ്ലസ് സൈൻ തീറ്റ എന്ത് കിട്ടും, സൈൻ തീറ്റ. സോ dy by d theta എന്ത് കിട്ടി, a into സൈൻ തീറ്റ. dy by d theta എന്ത് കിട്ടി, a into സൈൻ തീറ്റ, a into സൈൻ തീറ്റ. റെഡി, അപ്പോ dy by d theta ആയി. ഇനി നമ്മൾ ആരെ കണ്ടുപിടിക്കണം, dx by d theta. ശ്രദ്ധിക്കട്ടോ, dx by d theta. Yes, dx by d theta is equal to d by d theta of a into theta plus sin theta. Ready? Theta plus sin theta. Okay. dx by d theta is equal to ഇതെന്താ ആവശ്യമില്ല, equal to എടുത്താൽ മതി. a കോൺസ്റ്റന്റ് പുറത്ത് d by d theta of theta plus sin theta, theta plus sin theta അല്ലേ. ഇതെങ്ങനെ സോൾവ് ചെയ്യാം, a കോൺസ്റ്റന്റ് അല്ലേ, a കോൺസ്റ്റന്റ് ബ്രാക്കറ്റ് ഇട്ടു. എന്താ മക്കളെ d by d theta of theta,
ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ, ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എത്രയാടാ 1 ട്ടാ 1 പ്ലസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എത്ര മക്കളെ കോസ് തീറ്റ. കിട്ടിയോ? അപ്പൊ ആൻസർ കിട്ടി. ശ്രദ്ധിക്കുക ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇതാണ് എന്ത് ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഓക്കെ, ഫൈനൽ ആൻസറിലേക്ക് വരൂ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. റെഡി? ഡി വൈ ബൈ ഡി തീറ്റ എത്രയാ മക്കളെ എ ഇൻറ്റു സൈൻ തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ എത്രയാ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അല്ലേ? എ കട്ട് ചെയ്താൽ എന്ത് കിട്ടി? സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടി. റെഡിയാണോ? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടി. ക്ലിയർ? അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക ആൻസർ സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് പറയാണ്, ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. പ്രൂവ് ദാറ്റ് എങ്ങനെ ചോദിക്കുക? പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സംതിങ് എന്ന് ചോദിക്കും അല്ലേ? ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനെ ഇനി മാറ്റാൻ പറ്റും, അതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. ഇവിടെ നോക്കിക്കോ, നമുക്ക് കിട്ടുന്ന എന്തായിരുന്നു? സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ അല്ലേ? ഇവിടെ നോക്കിക്കോ, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടിയത് സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്നാണ് അല്ലേ? സൈൻ തീറ്റനെ മാറ്റാൻ അറിയില്ലേ? സൈൻ 2 തീറ്റ എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ സൈൻ തീറ്റ മക്കളെ പകുതി എടുക്കുമ്പോൾ തരും 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. റെഡി? 1 പ്ലസ് കോസ് 2 തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ? അപ്പോ 1 പ്ലസ് കോസ് തീറ്റ എന്ത് വരും മക്കളെ? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 2 വെട്ടി, കോസ് സ്ക്വയറും കോസ് തീറ്റ ബൈ 2 വെട്ടി അല്ലേ? സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ആൻസർ എത്രയാ? ടാൻ തീറ്റ ബൈ 2. ഇപ്പൊ ഇങ്ങനെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടണം. റെഡി? അതുകൊണ്ടാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. യെസ്, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം ഇഫ് എക്സ് റേസ് ടു വൈ ഈസ് ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. എടാ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അല്ലേ? എക്സിന്റെ പവർ വൈ വന്നു, വൈന്റെ പവർ എക്സ് വന്നു. ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ വന്നാൽ മക്കളെ നമ്മൾ ആരെ സഹായത്തിന് വിളിക്കണം? ലോഗിനെ സഹായത്തിന് വിളിക്കണം. റെഡി? രണ്ട് ഭാഗത്ത് ലോഗ് എടുത്തേ. ലോഗ് എക്സ് റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ് അല്ലേ? ലോഗ് എക്സ് റേസ് ടു വൈനെ എങ്ങനെ മാറ്റി എഴുതാം? വൈ ഇൻറ്റു ലോഗ് എക്സ് എന്ന് മാറ്റി എഴുതാം അല്ലേ? ലോഗ് വൈ റേസ് ടു എക്സ് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് ഇൻറ്റു ലോഗ് വൈ എന്ന് മാറ്റി എഴുതാം. റെഡി? യെസ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ? ശ്രദ്ധിച്ച് ചെയ്യണേ. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതെന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതെന്റെ സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ. എങ്ങനെ ചെയ്യാ? വൈ ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. എന്താ മക്കളെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്? വൈ ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ്. മക്കളെ വൈന്റെ ഡെറിവേറ്റീവ് എന്താടാ? ഡി വൈ ബൈ ഡി എക്സ്. റെഡി? യെസ്. ഈക്വൽസ്. അവിടെ പ്രൊഡക്റ്റ് റൂൾ കഴിഞ്ഞു കേട്ടോ. അടുത്ത ഫംഗ്ഷനിലേക്ക് വാ. എക്സ് ലോഗ് വൈ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു മക്കളെ ലോഗ് വൈന്റെ ഡിഫറൻസിയേഷൻ കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ കണ്ടുപിടിക്കണം. എടാ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ആ. ലോഗ് എക്സ് വന്നാൽ 1/x. പക്ഷെ ഇവിടെ ലോഗ് എക്സ് ആണോ? ഇവിടെ ലോഗ് വൈ അല്ലേ? എങ്ങനെ ചെയ്യാം? എക്സിന് പകരം ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ എക്സ് ആണ് എന്ന് വിചാരിക്കുക, ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. അപ്പൊ ലോഗ് എക്സ് 1/x ആണെങ്കിൽ ലോഗ് വൈ എന്ത് വരണം? 1/y. 1/y കഴിഞ്ഞോ? ഇല്ല. ആരെയാണോ നമ്മൾ എക്സ് ആക്കി എടുത്തത് അയാളുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് കൂടെ വേണം. ഓക്കെ, പ്ലസ് ലോഗ് വൈ ഇൻറ്റു എക്സിന്റെ എത്രയാ? 1. റെഡി? അപ്പോ ഒന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? വൈ ഇൻറ്റു 1/x ആകുമ്പോ വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് എക്സ് ഇൻറ്റു വൈ ആകുമ്പോ എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ ഇൻറ്റു 1 എത്രയാ? ലോഗ് വൈ. റെഡി? അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ആളുകളൊക്കെ ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഓൾറെഡി ഞാൻ ഇവിടെ വെച്ചു. ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് വന്നാൽ എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് ഓൾറെഡി ലോഗ് വൈ അവിടെയുണ്ട്. വൈ ബൈ എക്സ് അങ്ങോട്ട് പോയാൽ മക്കളെ അവിടെ മൈനസ് വൈ ബൈ എക്സ്. റെഡി? ഡി വൈ ബൈ എക്സ് ഡി വൈ ബൈ ഡി എക്സിനെ ഗ്രൂപ്പ് ചെയ്യാം. എടാ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്ത് എന്ത് കിട്ടും? ഇവിടെ ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ എന്ന് കിട്ടും അല്ലെ? ഇവിടെയോ ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. റെഡി? വേണമെങ്കിൽ ഇനിയും ഭംഗിയാക്കാം കേട്ടോ. എങ്ങനെ ഭംഗിയാക്കാം?
അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ, ഡി വൈ ബൈ ഡി എക്സിന്റെ ടേംസ് ഇവിടെ നോക്കിയേ, dy by dx is equal to dy by dx into മക്കളെ log x by 1 അല്ലേ, y log x, y into log x, y log x minus 1 into x, x divided by 1 into y, y is equal to ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ, log y ന്റെ ഡിനോമിനേറ്റർ 1 അല്ലേ, എഴുതിക്കോ x into log y minus 1 into y, y divided by 1 into x, x. റെഡി? അപ്പോ dy by dx is equal to മക്കളെ ഇത്രയും സാധനം ഇൻറ്റു ആണ് അല്ലെ, അപ്പൊ അത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആൾ എവിടെ വരും, ന്യൂമറേറ്ററിൽ വരും. യെസ്, ന്യൂമറേറ്ററിലുള്ള ആൾ എവിടെ വരും, ഡിനോമിനേറ്റർ അല്ലെ. അപ്പൊ ഓൾറെഡി ന്യൂമറേറ്ററിൽ ആരുണ്ട്, എക്സ് ലോഗ് വൈ മൈനസ് വൈ ഉണ്ട് അല്ലെ, ഇവിടേക്ക് ആര് വരും, ഈ വൈ വരും, ഡിവൈഡഡ് ബൈ എക്സ് ഓൾറെഡി താഴെയുണ്ട്, എക്സ് ഇൻറ്റു യെസ് വൈ ലോഗ് എക്സ് മൈനസ് വൈ ലോഗ് എക്സ് മൈനസ് എക്സ് ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്, സോറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. റെഡി? അപ്പൊ ഫംഗ്ഷൻ റേസ്റ്റ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് മറന്നു പോരുത്, ആരെ കൊണ്ടുവരാ, ലോഗിനെ കൊണ്ടുവരാ. റെഡി? യെസ്. ഓക്കെ, y is equal to sin inverse x. Show that 1 minus x square d square y by dx square minus x dy by dx എന്തിന് ഈക്വൽ ആയിരിക്കണം, സീറോക്ക് ഈക്വൽ ആയിരിക്കണം. സ്റ്റാർട്ട് ചെയ്യാലോ. എടാ y is equal to sin inverse x മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരും, ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരും. ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ y is equal to sin inverse x അല്ലേ. എടാ ഡിഫറൻസിയേഷൻ ചെയ്തേ, dy by dx ചെയ്യുമ്പോൾ നമുക്ക് sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ, യെസ് 1 by root of 1 minus x square. റെഡി? യെസ്. മക്കളെ ശ്രദ്ധിക്കടാ, നമുക്ക് ഇപ്പൊ dy by dx കിട്ടിയല്ലോ, dy by dx കിട്ടിയല്ലോ, dy by dx equal to 1 by root of 1 minus x square. ഇനി എന്തായാലും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് dy by dx ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ d square y by d square, അത് പ്രശ്നമില്ല. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ, അവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അവിടെ ഇനി അവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്താൽ അവിടെ ആൻസർ കിട്ടുള്ളൂ. കോഷ്യന്റ് റൂളിനേക്കാൾ എളുപ്പം പ്രൊഡക്റ്റ് റൂൾ അല്ലേ. ഞാൻ ആ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈ സൈഡിലേക്ക് എടുത്തു കേട്ടോ, റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1. പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ജസ്റ്റ് അറേഞ്ച്മെന്റ്. റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ അവിടെ ഡിനോമിനേറ്ററിലായിരുന്നു, അയാൾ എന്ത് ചെയ്തു, നേരെ എൽ എച്ച് എസിലേക്ക് എടുത്തു. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതെന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതെന്റെ സെക്കൻഡ് ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ അല്ലേ, എന്താ ചെയ്യണ്ടേ, റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലേ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. എടാ ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ, പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. അതെങ്ങനെ കണ്ടുപിടിക്കും, ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എല്ലാവർക്കും അറിയാം 1 ബൈ 2 റൂട്ട് എക്സ് ആണ് അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താ, 1 ബൈ 2 റൂട്ട് എക്സ്. അതേ സ്ട്രക്ചർ അല്ലേ, റൂട്ട് വന്നില്ലേ അല്ലേ. പക്ഷെ റൂട്ടിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് വരുമ്പോഴായിരുന്നു എന്ത്, 1 ബൈ 2 റൂട്ട് എക്സ്. നമുക്ക് അവിടെ എക്സ് ആണോ മക്കളെ അല്ലേ, അല്ല. റൂട്ടിനകത്ത് ആരോളെ 1 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ടിനകത്ത് ആരോളെ 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് വരേണ്ട സ്ഥലമായിരുന്നു, എക്സിന് പകരം ആര് വന്നു, 1 മൈനസ് എക്സ് സ്ക്വയർ വന്നു അല്ലേ. അപ്പൊ എക്സ് ഇരിക്കേണ്ട സ്ഥലത്ത് വേറെ ആരെങ്കിലും കയറി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ എക്സ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അയാളെ എക്സ് ആക്കി വിചാരിച്ച് ട്രീറ്റ് ചെയ്താൽ മക്കളെ 1 ബൈ 2 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. റെഡി? ഇനി എന്ത് ചെയ്യണം, ആരെയാണോ എക്സ് ആക്കി വിചാരിച്ചത് അയാളുടെ ഡെറിവേറ്റീവ് അല്ലേ, 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. മക്കളെ എങ്ങനെയാണ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക? എടാ 1ന്റെ ഡെറിവേറ്റീവ് എന്താ, 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. റെഡി ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, 1ന്റെ ഡെറിവേറ്റീവ് 1 ഒറ്റയ്ക്കാണ്, ഡെറിവേറ്റീവ് എന്താ 0. അപ്പൊ എന്ത് കിട്ടി, റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ശ്രദ്ധിക്കുക ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 ബൈ 2 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ശ്രദ്ധിക്കുക, 0 മൈനസ് 2x ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റു മൈനസ് 2x എന്ന് കിട്ടും അല്ലേ, ഈക്വൽ ടു 0. എടാ കട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ കട്ട് ചെയ്തേ, ഇവിടെ നോക്ക്, ഈ 2ഉം കട്ട് ചെയ്യാലോ, കട്ട് ചെയ്യാം.
ഈ പ്ലസും മക്കളെ ഈ മൈനസും ചേർന്നാൽ എന്തായി? മൈനസ് ആയില്ലേ? ആൻസർ എഴുതിക്കോ. √1 - (x²y/dx²) പ്ലസും മൈനസും മൈനസ് അല്ലേ? 1/√1 - (x²) into dy/dx റെഡി ഈക്വൽ ടു 0 അല്ലെ? ഒരു എക്സ് ഉണ്ട് അല്ലെ? എക്സ് ഉണ്ട് കേട്ടോ, ഈ എക്സ്. ഓക്കെ, യെസ്. നമ്മൾ പ്രൂവ് ദാറ്റ് ചെയ്യുന്ന എന്താ? 1 - (x²) d²y/dx² എന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് √1 - (x²) അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു √1 - (x²) കൊണ്ട് എല്ലാത്തിനും ഇൻറ്റു ചെയ്യാം. എടാ √1 - (x²) ഇവിടെ ഇൻറ്റു ചെയ്താലേ √1 - (x²) into √1 - (x²) എന്തായി? 1 - (x²) d²y/dx² അല്ലേ? മൈനസ് ഇവിടെ √1 - (x² ഇൻറ്റു ചെയ്താൽ മക്കളെ ന്യൂമറേറ്ററിൽ √1 - (x² ഉണ്ടാവും, ഡിനോമിനേറ്ററിലും √1 - (x² ഉണ്ടാവും. കട്ട് ചെയ്താൽ എന്ത് കിട്ടി? x into dy/dx എന്ന് കിട്ടി ഈക്വൽ ടു ഇവിടെ dy/dx 0 ആണ്. 0 into √1 - (x² ചെയ്താൽ എന്താ ആൻസർ? 0. പ്രൂവ് ദാറ്റ്. ഓക്കെ അല്ലേ? 1 - (x²) d²y/dx² മൈനസ് x into dy/dx ഈക്വൽ ടു 0. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Okay, yes. Differentiate x raised to sin x with respect to x അല്ലേ? ഇപ്പൊ ഞാൻ ഇതിനെ y എന്ന് വിളിച്ചു. y is equal to x raised to sin x. നമുക്ക് ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ഈ ചെയ്ത ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ലോഗ് എടുക്കണം അല്ലേ? ശ്രദ്ധിച്ചേ, log y is equal to log x raised to sin x. റെഡി? യെസ്. log y is equal to മക്കളെ ശ്രദ്ധിക്കടാ, log y is equal to ഇയാൾ എങ്ങനെ മാറ്റിയതാ? log x raised to sin x എങ്ങനെ മാറ്റിയതാ? log x raised to sin x മക്കളെ എക്സിന്റെ പവർ അല്ലേ sin x. പവർ ഉള്ള ആൾ അവിടെ വരണം, ഫ്രണ്ടിൽ വരണം അല്ലേ? എപ്പോഴും അങ്ങനെയല്ലേ? പവർ ഉള്ള ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും? ഫ്രണ്ടിലായിരിക്കും. റെഡി? എങ്ങനെ മാറ്റിയതാ? sin x log y, sin x log x. അപ്പൊ പവർ വരുന്ന പ്രശ്നം ഇപ്പൊ സോൾവ് ആയിട്ടോ. sin x പവർ എന്ന് മാറിപ്പോ അവിടെ താഴെ ഇറങ്ങി അല്ലെ? ഇത്രയും നേരം വലിയ ആളായിരുന്നു, ഇപ്പൊ താഴെ ഇറങ്ങി അല്ലെ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, log y ന്റെ ഡെറിവേറ്റീവ്. എങ്ങനെ log y ന്റെ ഡെറിവേറ്റീവ് എടുക്കാം? d/dx of log y. എങ്ങനെ കണ്ടുപിടിക്കും d/dx of log y? log x ആണെങ്കിൽ മക്കളെ ആൻസർ 1/x അല്ലേ? log x ആണെങ്കിൽ 1/x അല്ലേ? യെസ്. log y ആണ് എന്ത് കൊടുക്കണം? 1/y into dy/dx. റെഡി? sin x into log x. ഫസ്റ്റ് ഫംഗ്ഷൻ sin x ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ log x ആണ്. എങ്ങനെ ചെയ്യണ്ടേ? യെസ്, ഫസ്റ്റ് ഫംഗ്ഷൻ sin x into log x ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് log x into sin x ന്റെ ഡെറിവേറ്റീവ് cos x. കഴിഞ്ഞു. അപ്പൊ dy/dx is equal to 1/y. y ഇങ്ങോട്ട് വന്നാൽ ന്യൂമറേറ്ററിൽ വരും അല്ലേ? ആൻസർ എഴുതിക്കോ. sin x into 1 sin x/x പ്ലസ് log x into cos x. വേണമെങ്കിൽ y-ക്ക് പകരം ആരെ കൊടുക്കാം മക്കളെ? y ആരാ? x sin x എന്ന് കൊടുത്ത് ആൻസർ അവസാനിപ്പിക്കാം. റെഡി? അപ്പൊ ഫംഗ്ഷൻ റേസ് ഫംഗ്ഷൻ വരുമ്പോൾ വീണ്ടും പറയാണ്, ആരെടുക്കണം? log x എടുക്കണം. റെഡി? Prove that function f of x equal to cos x² is a continuous function അല്ലേ? cos x² ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മള് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മള് ഒരു സംഗതി പഠിച്ചിരുന്നു, കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലേ? രണ്ട് ഫംഗ്ഷൻസ് കോമ്പോസിറ്റ് ചെയ്യുന്ന എങ്ങനെ മനസ്സിലായോ? ഓർമ്മയുണ്ടോ? g of x ഉം f of x ഉം ഉണ്ടെങ്കിൽ g കോമ്പോസിറ്റ് f of x കണ്ടുപിടിച്ചാൽ g of f of x കിട്ടില്ലേ? ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലേ? g കോമ്പോസിറ്റ് f നെ വിളിക്കുന്ന പേരാണെന്ത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. റെഡി? യെസ്. അപ്പൊ മക്കളെ രണ്ട് ഫംഗ്ഷൻസ് കാണുന്നുണ്ട്. ഒന്ന് കോസിന്റെ ഫംഗ്ഷൻ അല്ലെ? ഒന്ന് കോസിന്റെ ഫംഗ്ഷൻ, ഒന്ന് കോസ്, പിന്നെ ഒന്നാരാ? x². അപ്പൊ രണ്ടാൾക്കാരെ ഞാൻ എടുക്കാണേ. f of x ഞാൻ എടുത്തു എന്ത്? cos x. g of x ഞാൻ എന്തെടുത്തു? x². ഇത് രണ്ടും കണ്ടിന്യൂസ് അല്ലേ? cos x എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഗ്രാഫ് കണ്ടില്ലേ? ഇതെങ്ങനെ ഒഴുക്കണ്ടിരിക്കുക അല്ലെ? പൊന്തിയും താണും പോവാം, എവിടെയും ബ്രേക്ക് ഇല്ല. അപ്പൊ cos x എന്ന് പറയുന്ന ആള് കണ്ടിന്യൂസ് ആണ്. എടാ x² ചിത്രവും വ്യത്യസ്തമല്ലല്ലോ. x² കണ്ടിന്യൂസ് അല്ലേ? x² ഗ്രാഫ് കണ്ടില്ലേ? ഒരു പരാബോള പോലെ ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടിട്ടില്ലേ?
ഇതായിരുന്നു എക്സ് സ്ക്വയർ ഗ്രാഫ് അല്ലേ. അപ്പോ കോസ് എക്സും എക്സ് സ്ക്വയറും രണ്ടും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷനുകൾ എല്ലാം എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എടുക്കാം, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എടുക്കാം. ഇതിൽ രണ്ടിലും ഒരാളായിരിക്കും എന്ത്? കോസ് എക്സ് സ്ക്വയർ അല്ലെ. എങ്ങനെ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ചെയ്യാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലെ, ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആരാ? എക്സ് സ്ക്വയർ, റൈറ്റ്. എഫ് ഓഫ് എക്സ് കോസ് എക്സ് അല്ലേ, അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ത് വരും? കോസ് എക്സിനെ മാറ്റി എക്സ് സ്ക്വയർ. അത് തന്നെയല്ലേ നമുക്ക് കിട്ടണ്ടേ? കോസ് എക്സ് സ്ക്വയർ കണ്ടോ? കോസ് എക്സ് സ്ക്വയർ. റെഡി? അപ്പോ എഫ് ഓഫ് എക്സ് കോസ് എക്സ്, ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്കിൽ അവകളുടെ കോമ്പോസിറ്റ് ഫംഗ്ഷനും എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. റെഡി? യെസ്. ശ്രദ്ധിക്കാം. y is equal to sin inverse x plus cos inverse x dy by dx കണ്ടുപിടിക്കാം. എളുപ്പം ചെയ്യാം. ഇവിടെ നോക്ക്, dy by dx is equal to sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by root of 1 minus x square plus cos inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? minus 1 by root of 1 minus x square. എടാ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അല്ലേ, ആൻസർ എന്താ? 0. റെഡി? ഓക്കെ. Again, x equal to a cos cube theta അല്ലെ, x is equal to a cos cube theta, y is equal to a sin cube theta. Then find dy by dx കണ്ടുപിടിക്കണം മക്കളെ. ഒരാളെയും കൂടി കണ്ടുപിടിക്കണം, d square y by dx square. ശ്രദ്ധിക്കണം ട്ടാ. എടാ പാരാമെട്രിക് ഫോം അല്ലേ, എക്സും വൈയും ഡയറക്റ്റ് അല്ല, എക്സും വൈയും ഫംഗ്ഷൻ ഓഫ് തീറ്റ അല്ലേ. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം dy by d theta കണ്ടുപിടിക്കുന്നു അല്ലേ, ദാറ്റ് ഈസ് d by d theta ഓഫ് a sin cube theta, റൈറ്റ് മക്കളെ. a കോൺസ്റ്റന്റ് പുറത്ത്, d by d theta ഓഫ് sin cube theta എന്താ? sin theta ഹോൾ ക്യൂബ് അല്ലേ. എടാ ഹോൾ ക്യൂബ് വന്നാലേ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് അറിയാം, 3x സ്ക്വയർ ആ. അപ്പൊ sin theta ഹോൾ ക്യൂബിനെ എങ്ങനെ ചെയ്യും? ഈ sin theta ഹോൾ ക്യൂബിനെ നമ്മൾ എന്താക്കി എടുക്കണം? sin theta ഹോൾ ക്യൂബിനെ നമ്മൾ x ആക്കി എടുക്കണം അല്ലെ. സൈൻ തീറ്റയെ നമ്മൾ എക്സ് ആക്കി എടുക്കണം. സോറി, സൈൻ തീറ്റ ഹോൾ ക്യൂബ് അല്ല കേട്ടോ, സൈൻ തീറ്റയെ നമ്മൾ എക്സ് ആക്കി എടുക്കണം. എക്സിന്റെ ക്യൂബ് 3x സ്ക്വയർ അല്ലേ, അപ്പൊ സൈൻ തീറ്റ ക്യൂബ് എന്ത് വരും മക്കളെ? ശ്രദ്ധിച്ചോ, a ഇൻറ്റു 3 ഇൻറ്റു എക്സ് ആകുമ്പോൾ എക്സ് സ്ക്വയർ. അപ്പൊ സൈൻ തീറ്റ എന്ത് വരണം? സൈൻ സ്ക്വയർ തീറ്റ. റെഡി? കഴിഞ്ഞോ? ഇല്ല. ആരെയാണോ നമ്മൾ എക്സ് ആക്കി എടുത്തത് അയാളുടെ ഡെറിവേറ്റീവ് അല്ലെ. ഇവിടെ സൈൻ തീറ്റ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് തീറ്റ. ഓക്കെ, ഇപ്പൊ dy by d theta നമുക്ക് കിട്ടി എന്താ? a ഇൻറ്റു 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ. എല്ലാവരും ശ്രദ്ധിച്ചേ, dx by d theta കണ്ടുപിടിച്ചേ. d by d theta ഓഫ്, ശ്രദ്ധിക്കുക, a കോസ് ക്യൂബ് തീറ്റ അല്ലെ, a കോസ് ക്യൂബ് തീറ്റ. a കോൺസ്റ്റന്റ് ആണ് ഞാൻ പുറത്തു വെച്ചു. കോസ് ക്യൂബ് തീറ്റ എന്താ? കോസ് തീറ്റ ഹോൾ ക്യൂബ് അല്ലെ. അഗൈൻ സെയിം ഐഡിയ. ഇവിടെ കോസ് തീറ്റയുടെ ഹോൾ ക്യൂബാ. എക്സിന്റെ ക്യൂബ് ആണെങ്കിൽ 3x സ്ക്വയർ ആ, എക്സിന്റെ ക്യൂബ് ആണെങ്കിൽ 3x സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ എക്സിന് പകരം ആരാ വന്നത്? കോസ് തീറ്റ അല്ലേ. എങ്ങനെ ആൻസർ ചെയ്തണ്ടേ? a ഇൻറ്റു 3 ഇൻറ്റു അല്ലേ എക്സ് സ്ക്വയർ. എക്സിന് പകരം ഇവിടെ കോസ് തീറ്റ അല്ലേ, സോ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എന്ത് ചെയ്യണം? ആരെയാണോ നമ്മൾ എക്സ് ആക്കി എടുത്തത് അയാളുടെ ഡെറിവേറ്റീവ്. ഇവിടെ നമ്മൾ കോസ് തീറ്റ അല്ലേ എക്സ് ആക്കി എടുത്തത്, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. സോ ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, dx by d theta is equal to മൈനസ് a 3 cos square theta sin theta. റെഡിയാണോ? അപ്പൊ dy by d theta ആയി, dx by d theta ആയി. മക്കളെ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്. dy by dx കണ്ടുപിടിക്കാൻ പാരാമെട്രിക് ഫോം ആണെങ്കിൽ എന്താ ഇക്വേഷൻ? dy by d theta ആര് വെച്ച് ഡിവൈഡ് ചെയ്യണം? dx by d theta കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റെഡി മക്കളെ? ആരോ dy by d theta കണ്ടുപിടിച്ചാലേ ഇതാ പുട്ടി ഞാൻ ചോപ്പാക്കട്ടെ. a ഇൻറ്റു 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് a ഇൻറ്റു 3 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. റെഡി? കട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ കട്ട് ചെയ്യും മക്കളെ. എയും കട്ട്, 3 കട്ട്, സൈൻ സ്ക്വയറും സൈൻ തീറ്റയും കട്ട്, കോസ് സ്ക്വയറും കോസ് തീറ്റയും കട്ട്. നമുക്ക് ആരെ കിട്ടി? dy by dx is equal to എന്ത് കിട്ടി? മൈനസ് ഉണ്ട് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ അല്ലെ. dy by dx is equal to മൈനസ് ടാൻ തീറ്റ എന്ന് ഉത്തരം കിട്ടി. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആരെയും കൂടി കണ്ടുപിടിക്കണം. d സ്ക്വയർ y by dx സ്ക്വയർ കൂടി കണ്ടുപിടിക്കണം. റെഡി? ഞാൻ കുറച്ചൊന്ന് വായിക്കുന്നുണ്ട് ഇവിടെ. ഇതാ, ഇപ്പൊ dy by dx നമുക്ക് കിട്ടി. എന്താ dy by dx?
യെസ്, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടി എന്ത്? മൈനസ് ടാൻ തീറ്റ അല്ലേ? അപ്പോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ആളെ ഒരു പ്രാവശ്യം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്ത് വെച്ച്? എക്സ് വെച്ച് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ തീറ്റ ചെയ്യണം. റെഡി? എന്താ മക്കളെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 6 സ്ക്വയർ എക്സ്. ഇവിടെ എല്ലാം ഓക്കെയാ. എന്താ പ്രശ്നം? ഡി ബൈ ഡി എക്സ് ഓക്കെ, പക്ഷെ ടാൻ എക്സ് അല്ല. ഇവിടെ ആരാ ഉള്ളേ? ടാൻ തീറ്റ എന്നാണ്. തീറ്റ കോൺസ്റ്റന്റ് ആണോ? അല്ല, തീറ്റ വേരിയബിളാ, പാരാമീറ്റർ അല്ലേ? യെസ്. അപ്പൊ എങ്ങനെ സോൾവ് ചെയ്യണ്ടേ? ശ്രദ്ധിക്കുക, എക്സിന് പകരം വന്ന ആൾ തീറ്റ ആണല്ലോ, ഇയാള് നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. ടാൻ എക്സിന്റെ 6 സ്ക്വയർ എക്സ് അല്ലേ? സോ ടാൻ തീറ്റ എന്ത് വരും മക്കളെ? 6 സ്ക്വയർ തീറ്റ. ഞാൻ താഴെ എഴുതാട്ടോ. യെസ്, എങ്ങനെ എഴുതാം? 6 സ്ക്വയർ തീറ്റ. കഴിഞ്ഞോ? ഇല്ല. ആരെയാണോ നമ്മൾ എക്സ് ആക്കി അസ്യൂം ചെയ്തത് അയാളുടെ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ തീറ്റയാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥി അല്ലെ? തീറ്റയാണ് നമ്മൾ എക്സ് ആക്കി എടുത്തത്. ആ തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കണം. തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യാ? ഡി തീറ്റ ബൈ ഡി എക്സ്. അത് എവിടെയെങ്കിലും ഉണ്ടോ? എടാ, ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്കറിയാം. ഡി എക്സ് ബൈ ഡി തീറ്റ ആരാ? മൈനസ് എ 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ അല്ലേ? അല്ലേ? അപ്പോ ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ മക്കളെ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ? 1 ബൈ മൈനസ് എ ഇൻറ്റു 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. റെഡി? ക്ലിയർ? ഓക്കെ. ഡി എക്സ് ബൈ ഡി തീറ്റ മൈനസ് എ 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. നമുക്ക് വേണ്ട ആരാ? ഡി തീറ്റ ബൈ ഡി എക്സ്. ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ? എന്താ? 1 ബൈ മൈനസ് എ 3 കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. കഴിഞ്ഞു. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. റെഡി? യെസ്. Find the derivative of x raised to a plus a raised to x. x raised to a plus a raised to x. y is equal to u plus v എന്ന് എഴുതാലോ അല്ലേ? മക്കളെ നോക്കടാ, ശ്രദ്ധിക്കുക. ഞാൻ ഈ മൊത്തം ഫംഗ്ഷനെ y എന്ന് എടുത്തു. x raised to a plus a raised to x. അപ്പൊ രണ്ട് ടേംസ് ഇല്ലേ? യെസ്, രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, y is equal to u plus v എന്നുള്ള സ്ട്രക്ചറിലല്ലേ അല്ലേ? u ആരാ? u എന്ന് പറയുന്ന ആള് x raised to a, v ആരാ? a raised to x. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യുവിന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക, വിന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക, രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ? യെസ്. അപ്പൊ യു എടുക്ക. യു ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എക്സ് റേസ് ടു എ. ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ലോഗ് എടുക്കട്ടോ. ലോഗ് യു ഇസ് ഈക്വൽ ടു, ഇവിടെ ലോഗ് എടുത്താൽ എന്ത് കിട്ടും? എ ലോഗ് എക്സ് അല്ലേ? ലോഗ് എക്സ് റേസ് ടു എ എന്ന വരിക, പവറിന്റെ ഫ്രണ്ടിലേക്ക് തട്ടാം. റെഡി? ഡെറിവേറ്റീവ് ലോഗ് വൈന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ്. മക്കളെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എ ഇൻറ്റു ലോഗ് എക്സില് എ കോൺസ്റ്റന്റ് ആണ്, പുറത്ത് വെക്കുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. അപ്പോ അവിടെ ഡി യു ബൈ ഡി എക്സ്, ലോഗ് യു കേട്ടോ, സോറി, ലോഗ് യു 1 ബൈ യു. യെസ്. അപ്പൊ ഡി യു ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടി? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ യു ഇങ്ങോട്ട് വന്നാൽ എ യു ഇൻറ്റു എ ഇൻറ്റു 1 ബൈ എക്സ് അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? യു എ ബൈ എക്സ് അല്ലേ? യു എ ബൈ എക്സ്. ഇതാണ് ഡി യു ബൈ ഡി എക്സ്. റെഡി? ഓക്കെ. ഒരിക്കൽ കൂടി പറയാം, യു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ അല്ലേ? ഫംഗ്ഷൻ ബേസ്ഡ് ഫംഗ്ഷൻ, രണ്ട് ഭാഗത്ത് ലോഗ് എടുക്കുക. ലോഗ് യു, ഇത് ലോഗ് യു ആണ്. ലോഗ് യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ലോഗ് എക്സ്. ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് അല്ലെ? ലോഗ് വൈന്റെ ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തില്ലേ? അതുകൊണ്ടാണ് പെട്ടെന്ന് എഴുതിയ കേട്ടോ. എ ലോഗ് എക്സ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകൾ എടുക്കേണ്ട ആവശ്യമില്ല. എ കോൺസ്റ്റന്റ് പുറത്ത്, ലോഗ് എക്സിന്റെ 1 ബൈ എക്സ്. ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ യു ഇങ്ങോട്ട് വന്ന യു ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എക്സ്. റെഡി? യെസ്. മക്കളെ വി ആരാടാ? വി ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് അല്ലേ? അഗൈൻ നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കൂ. ഡെറിവേറ്റീവ് എടുക്കുന്നതിന് മുന്നേ ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്ത് ലോഗ് എടുക്കണം അല്ലെ? ലോഗ് വി ഇസ് ഈക്വൽ ടു ലോഗ് എ റേസ് ടു എക്സ് അല്ലെ? ലോഗ് വി ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഇയാൾ എങ്ങനെ മാറ്റി എഴുതും? എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് മാറ്റി എഴുതും. എക്സ് ഇൻറ്റു ലോഗ് എ അല്ലെ? ലോഗ് വിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ വി ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. എക്സ് ലോഗ് എന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? എ കോൺസ്റ്റന്റ് ആണ്, സോ ഡെഫിനറ്റ്ലി ലോഗ് എയും കോൺസ്റ്റന്റ് ആണ്.
ലോഗ് എയും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ പുറത്തേക്ക് വെക്കുക, ലോഗ് എ പുറത്ത്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? ലോഗ് എ ഇൻറ്റു 1 നമുക്ക് ലോഗ് എന്ന് കിട്ടും. ഫൈനൽ ആൻസർ dv/dx is equal to 1/v. v ഇങ്ങോട്ട് വന്നാൽ v ലോഗ് എ എന്ന് കിട്ടും. റെഡി? യെസ്. അപ്പോ രണ്ടുമായി ആൻസർ എഴുതാം. dy/dx is equal to dy/dx is equal to dy/dx equal to du/dx. du/dx ആരാ? du/dx ua/x ua/x പ്ലസ് dv/dx ആരാ? v ഇൻറ്റു ലോഗ് എ v ഇൻറ്റു ലോഗ് എ. കഴിഞ്ഞു. ഇത്രയും ആയാൽ ആൻസർ ആയി കേട്ടോ. വേണമെങ്കിൽ മക്കളെ യുക്ക് പകരം എന്ത് കൊടുക്കാം? യുവിന് പകരം എക്സ് റേസ് ടു എ കൊടുക്കാം. വിക്ക് പകരം എന്ത് കൊടുക്കാം? എ റേസ് ടു എക്സ് കൊടുക്കാം. ഇത് ഡയറക്റ്റ് റിസൾട്ട് ആട്ടോ. d/dx ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് ലോഗ് എ കേട്ടോ. ഓക്കെ, എ റേസ് ടു എക്സ് ലോഗ് എ. ആ റിസൾട്ട് അറിയെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം, ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ ലോഗ് എടുത്ത് ചെയ്യാം. ഓക്കെ, യെസ് യെസ്. ക്വസ്റ്റ്യൻ dy/dx equal to 1/dx/dy. 1/dx/dy. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? d²y/dx². സെക്കൻഡ് ഡെറിവേറ്റീവ് ഇയാൾക്ക് തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യണം. റെഡി? ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ. ശ്രദ്ധിച്ചിരിക്കണേ, കുറച്ച് കൺഫ്യൂസിങ് ആവും, എന്നാലും ശ്രദ്ധിച്ചിരിക്കുക. dy/dx ഈസ് ഈക്വൽ ടു 1/dx/dy. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിനെ dy/dx എന്ന് എഴുതി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേന്ന്. പരിപാടി കഴിഞ്ഞു. രണ്ട് ഭാഗത്തും സെക്കൻഡ് ഡെറിവേറ്റീവ് വരും. നമുക്ക് ഇതിലേക്ക് എത്തിക്കണ്ടേ? യെസ്. ശ്രദ്ധിക്കുക, dy/dx നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെ മക്കളെ. dy/dx ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? d²y/dx². റെഡി? d²y/dx². എടാ 1 ഒരാളല്ലേ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ u/v അല്ലേ? u/v ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യണ്ടേ? പ്രൊഡക്റ്റ് റൂൾ എന്ന കാര്യം വരുന്നത് അല്ലേ? കോഷ്യന്റ് റൂൾ കേട്ടോ. ഏത് റൂളാ? കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ ഓർമ്മയുണ്ടോ? u/v ആണെങ്കിൽ കോഷ്യന്റ് റൂൾ ഓർമ്മയുണ്ടോ? ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഹോൾ ബൈ ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ. റെഡി? അങ്ങനെയാണ് നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോ? യെസ്. ഇവിടെ ഡിനോമിനേറ്റർ ആരാ? dx/dy dx/dy ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് അല്ലെ? d/dx ഓഫ് 1 d/dx ഓഫ് 1 മൈനസ് 1 ഇൻറ്റു d/dx ഓഫ് dx/dy ഹോൾ ഡിവൈഡഡ് ബൈ dx/dy ഹോൾ സ്ക്വയർ. പ്രശ്നമുണ്ടോ? ഡിനോമിനേറ്റർ dx/dy ആണ്, ന്യൂമറേറ്റർ 1 അല്ലേ? സോ 1ന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ 1 ഇൻറ്റു ഡെറിവേറ്റീവ് d/dx x വെച്ച ഡിഫറൻഷിയേറ്റ് കേട്ടോ. d/dx ഓഫ് dx/dy ഡിവൈഡ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക, എടാ എന്താ 1ന്റെ ഡെറിവേറ്റീവ്? 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ഒറ്റയ്ക്കല്ലേ? കോൺസ്റ്റന്റ് ഒറ്റയ്ക്കാണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ? 0. ഓക്കെ, അപ്പൊ dx/dy ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അത് മൊത്തം 0 ആയി. അത് മൊത്തം 0 ആയി. 0 മൈനസ് ഇവിടെ ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. 0 മൈനസ് d/dx ഓഫ് 1 ഇൻറ്റു d/dx ഓഫ് dx/dy. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ആരെയാ? d/dx ഓഫ് dx/dy-നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ? dx/dy-നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. റെഡി? അപ്പോ മക്കളെ ശ്രദ്ധിക്കുക, എക്സ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യായിരുന്നു അല്ലെ? ഇതിനകത്തെ d/dx ഓഫ് dy/dx ആണെങ്കിൽ ഡയറക്റ്റ് d²y/dx² എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ആരെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? y അല്ലെ? അത് അവിടെ y-ന്റെ ടേമാണ് അല്ലെ? വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോ എക്സ് വരേണ്ട സ്ഥലത്ത് y വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം എക്സ് ആണ് എന്ന് വിചാരിച്ച് അങ്ങ് റിസൾട്ട് ചെയ്താ. എടാ dx/dy-ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? d², യെസ്, d²x/dy² ഇൻറ്റു ആരെയാണോ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത് അയാളുടെ ഡെറിവേറ്റീവ്. മക്കളെ ഇത് മൊത്തം y-ന്റെ ടേം അല്ലേ? അപ്പൊ y-ന്റെ ഡിഫറൻസിയേഷൻ എന്ത് വരും? dy/dx ഹോൾ ഡിവൈഡഡ് ബൈ dx/dy ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. യെസ്, ശ്രദ്ധിക്കട്ടോ.
യെസ് 0 മൈനസ് dy by dx is equal to d square y by dx square is equal to 0 മൈനസ് അല്ലേ, അപ്പൊ മൈനസ് ആണല്ലോ, മൈനസ് d square x by dy square into dy by dx whole divided by നമുക്ക് എന്ത് കിട്ടി, dx by dy the whole cube, whole square. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കണം. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്, മൈനസ് കിട്ടിയിട്ടുണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഓക്കെയാണ്. ഡി എക്സ് ബൈ ഡി വൈ ഹോൾ ക്യൂബ് വരണം, പക്ഷെ നമുക്ക് സ്ക്വയർ ആയിട്ട്. മക്കളെ ഡി വൈ ബൈ ഡി എക്സ് ന്യൂമറേറ്ററിൽ ഇല്ലേ അല്ലേ, അതിനെ ഡിനോമിനേറ്ററിലേക്ക് എങ്ങനെ ഇറക്കണ്ടേ നോക്കിയേ. ഡി എക്സ് നമുക്ക് താഴേക്ക് ഇറക്കിയാൽ എങ്ങനെ വരും, മൈനസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ന്യൂമറേറ്ററിൽ ഉണ്ടാവും, താഴെ ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് വരും അല്ലെ. ഈ ഡി വൈനെ നമുക്ക് എന്ത് ചെയ്യാം, ഡി എക്സിന്റെ ഡിനോമിനേറ്റർ ആക്കി എഴുതി കൂടെ. ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ നെറ്റ് റിസൾട്ട് എവിടെ തന്നെയാ, ന്യൂമറേറ്ററിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ ഡി വൈനെ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ടേക്ക് ദിസ് ഡി വൈ ആൻഡ് പുട്ട് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് ഡി എക്സിന്റെ ഡിനോമിനേറ്റർ ആക്കി കൊടുക്കാം. റെഡി, അപ്പൊ ആൻസർ ആയല്ലോ, മൈനസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി വൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ ചെയ്താൽ ഡി എക്സ് ബൈ ഡി വൈന്റെ ഹോൾ ക്യൂബ് പ്രൂവ് ചെയ്തു. റെഡി, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് കേട്ടോ. ഇവിടെ കോഷ്യന്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ അല്ലെ. അപ്പൊ നോക്കിയേ, ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ബൈ ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ. റെഡി, യെസ്. എടാ 1 കോൺസ്റ്റന്റ് ആണ്, 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഫസ്റ്റ് ടേം ഡി എക്സ് ബൈ ഡി വൈ ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ, ആ കംപ്ലീറ്റ് ടേം 0 ആയി, അതാണ് ഇവിടെ 0. റെഡി, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. 1 ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണല്ലോ. ശ്രദ്ധിക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എക്സ് ബൈ ഡി വൈ ആണ് കണ്ടുപിടിക്കണ്ടേ. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എക്സ് ബൈ ഡി വൈ, അത് ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക. യെസ്, ഞാൻ ഇത് വായിക്കുന്നുണ്ടേ. യെസ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എക്സ് ബൈ ഡി വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എക്സ് വെച്ചാ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഇവിടെ ആരാ ഉള്ളത്, നമ്മൾ y വിത്ത് റെസ്പെക്ട് ആക്കിയിട്ട് ഡെറിവേറ്റീവ് കണ്ട ആളല്ലേ അവിടെ ഉള്ളത് അല്ലെ. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ് എങ്കിൽ ഡയറക്റ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ. റെഡി, വൈന്റെ ടേം അവിടെ ഉള്ളത് അല്ലെ, എക്സ് വരേണ്ട സ്ഥലത്ത് വൈന്റെ ടേം ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ആ ടേമിനെ എക്സ് ആക്കി വിചാരിച്ച് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി എക്സ് ബൈ ഡി വൈനെ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ എന്ന് കിട്ടും. റെഡി, എങ്കിൽ ആരെയാ നമ്മൾ അവിടെ എക്സ് ആക്കി എടുത്തേ, ഈ വൈന്റെ ടേമിനല്ലേ എക്സ് ആക്കി എടുത്തേ. അതിന്റെ ഡിഫറൻസിയേഷൻ എന്ത് വരും മക്കളെ, വൈന്റെ ഡിഫറൻസിയേഷൻ എന്ത് വരും, വൈന്റെ ഡിഫറൻസിയേഷൻ എത്രയാണ്, വൈന്റെ ഡിഫറൻസിയേഷൻ ഡി വൈ ബൈ ഡി എക്സ്, വൈന്റെ ഡിഫറൻസിയേഷൻ ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, കഴിഞ്ഞു. യെസ്, ഇനി എന്താ ചെയ്തേ ശ്രദ്ധിക്കട്ടോ. യെസ്, d square y by dx square is equal to d square y by dx square is equal to 0 minus വരുമ്പോൾ മൈനസ് തന്നെയല്ലേ, d square x by dy square into dy by dx whole divided by dx by dy the whole square. ഓക്കെ, ബാക്കി എല്ലാം ഓക്കെയാ. മൈനസ് ഉണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഉണ്ട്, നമുക്ക് താഴെ ഡി എക്സ് ബൈ ഡി വൈ സ്ക്വയറേ ഉള്ളൂ, നമുക്ക് എന്ത് വേണം, ക്യൂബ് വേണം. റെഡി, ഓക്കെ. അപ്പൊ അതെങ്ങനെ ക്യൂബ് ആക്കും, ഇവിടെ നോക്കിക്കോ. ഡി വൈ ബൈ ഡി എക്സിനെ എങ്ങനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, എനിക്ക് ഡി എക്സ് ബൈ ഡി വൈ എന്ന് എഴുതിയാൽ പോരെ അല്ലെ. ഡി എക്സ് ബൈ ഡി വൈ ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ നെറ്റ് റിസൾട്ട് ന്യൂമറേറ്റർ തന്നെയാണ്. ഡി എക്സ് ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് തന്നെയല്ലേ. അപ്പോ അയാളെ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാലോ. റെഡി, അപ്പൊ ആൻസർ ആയിട്ടാ മൈനസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ dx by dy whole square into dx by dy. അത് മൊത്തത്തിൽ എന്തായി മക്കളെ, dx by dy whole cube ആയി ട്ടോ, dx by dy whole cube ആയി. ഓക്കെ, യെസ്. കുറച്ച് പ്രോസസ്സ് ചെയ്യാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. എന്ത് ചെയ്യുക, വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുക, മനസ്സിലാക്കുക കേട്ടോ. യെസ്,
വിച്ച് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0? ഏത് ഫംഗ്ഷൻ ആണ് ഡിഫറൻഷ്യബിൾ എന്ന ചോദ്യം. മോഡ് എക്സ് അല്ലാന്നറിയാലോ. കാരണം എന്താ? ഗ്രാഫ് എങ്ങനെയാ വരുന്നേ? ഇങ്ങനെ വരും അല്ലെ. ഷാർപ്പ് ടേൺ ഉണ്ടെങ്കിൽ മക്കളെ ആ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല അറ്റ് ദാറ്റ് പോയിന്റ്. എടാ സൈൻ എക്സും അല്ലാന്നറിയാലോ. സാധാരണ സൈനസിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ? അല്ലെ. അപ്പൊ മോഡ് സൈനസ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പോർഷൻ ഉണ്ടാവില്ല. ആ ഗ്രാഫ് എങ്ങനെ വരിക? ഇങ്ങനെ വരിക. റെഡി? ഇങ്ങനെ വരിക. കണ്ടോ? ഷാർപ്പ് പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റില്ല. അഗൈൻ 0 ഷാർപ്പ് ടേൺ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെറിവേറ്റീവ് കാണാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും അല്ല എന്നുള്ള കാര്യം ഓക്കെ അല്ലേ? റെഡി? അപ്പൊ മോഡ് എക്സ് ഹോൾ സ്ക്വയർ ആണോ മോഡ് എക്സ് ഹോൾ ക്യൂബ് ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ആവണം അല്ലെ. അപ്പൊ മോഡ് എക്സ് ഹോൾ സ്ക്വയർ ഞാൻ എടുക്കും. മോഡ് എക്സ് ഹോൾ സ്ക്വയർ. റെഡി? ശ്രദ്ധിക്കാം. മോഡ് എക്സ് ഹോൾ സ്ക്വയർ എങ്ങനെ മാറ്റാൻ പറ്റുക? നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഫംഗ്ഷൻ ചെയ്താണേ. യെസ്. മോഡ് എക്സ് ഹോൾ സ്ക്വയറിനെ ശ്രദ്ധിക്കുക. എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0യേക്കാൾ ചെറുതാവാൻ പറ്റും, 0യേക്കാൾ വലുതാൻ പറ്റും അല്ലെ. എടാ എക്സ് 0യേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ അല്ലേ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ മോഡ് എക്സിന് എങ്ങനെ മാറ്റി എഴുതണം? മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതണം അല്ലെ. മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതണം. മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ മക്കളെ? എക്സ് സ്ക്വയർ തന്നെ അല്ലേ അല്ലെ. യെസ്. ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എക്സ് പോസിറ്റീവ് നമ്പർ ആണ്. മോഡ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മക്കളെ എക്സ് തന്നെ കേട്ടോ. എന്താണ്? എക്സ് തന്നെ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? എക്സ് സ്ക്വയർ. ഓക്കെ. നോക്കടാ, 0യേക്കാൾ ചെറിയ നമ്പർ വരുമ്പോഴും 0യേക്കാൾ വലിയ നമ്പർ വരുമ്പോഴും ഫംഗ്ഷന് മാറ്റമുണ്ടോ? രണ്ടും എക്സ് സ്ക്വയർ അല്ലേ അല്ലേ. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടില്ലേ. സോ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. മോഡ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആള് ഡിഫറൻഷ്യബിൾ ആണ്. വേണമെങ്കിൽ ഇയാളെയും കൂടി ചെക്ക് ചെയ്യാം. നമുക്ക് ഏത് ഫംഗ്ഷനാണ് ഡിഫറൻഷ്യബിൾ എന്നാ ചോദിച്ചത്. ഇത് രണ്ടും അല്ലാന്ന് കിട്ടി, ഇതാണെന്ന് കിട്ടി. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കാം. ഇതേപോലെ മോഡ് എക്സ് ഹോൾ ക്യൂബ് ആണ്. റെഡി? എക്സ് നമുക്ക് ശ്രദ്ധിക്കുക, എക്സ് നമുക്ക് 0യേക്കാൾ ചെറുതാവാം. 0യേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പറാ. അപ്പൊ മോഡ് എക്സിന് എങ്ങനെ മാറ്റി എഴുതണം? മൈനസ് എക്സ് ഹോൾ ക്യൂബ് എന്ന് എഴുതണം. ഇതെന്താ? മൈനസ് എക്സ് ക്യൂബ്. നെഗറ്റീവാ അല്ലേ. മൈനസ് എക്സ് ഹോൾ ക്യൂബ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ്. നെഗറ്റീവ് അല്ലേ? നെഗറ്റീവാ. റെഡി? ഇനി ശ്രദ്ധിക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ് അല്ലേ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ എന്താ? എക്സ് എന്ന് എഴുതണം. എക്സിന്റെ ക്യൂബ് എന്താ വരാ? എക്സ് ക്യൂബ്. നോക്കടാ, രണ്ടും ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും അല്ലേ അല്ലെ. നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക അല്ലെ. ഇപ്പൊ രണ്ടും ഈക്വൽ ആണോ? രണ്ടും ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. സോ ആൻസർ ഈസ് മോഡ് എക്സ് ഹോൾ സ്ക്വയർ. യെസ്. y is equal to e raised to log x. മക്കളെ e raised to log f of x എന്ന് പറയുന്ന റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻസർ എന്താ? f of x അല്ലെ. അപ്പൊ y is equal to e raised to log x എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? y equal to x. റെഡി? dy by dx is equal to d by dx of x ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. റെഡി? y-ന്റെ ഡിഫറൻസിയേഷൻ dy by dx, x-ന്റെ ഡെറിവേറ്റീവ് എന്താ? 1. റെഡി? യെസ്. sin square x plus cos square y equal to 1. Find the derivative dy by dx. റെഡി? ശ്രദ്ധിച്ചു. d by dx of sin square x എന്ന് പറഞ്ഞാൽ sin x whole square. d by dx of cos square y എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, d by dx of cos y the whole square. 1-ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? d by dx of 1. റെഡി? യെസ്. sin x whole square. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x ആണ്. പക്ഷേ ഇവിടെ x അല്ല, പകരം ആരാ ഉള്ളത്? സൈൻ ആ ഉള്ളത് അല്ലേ. എക്സിന് പകരം ആര് വന്നു? സൈൻ വന്നു. സെയിം കഥ. അതിനെ x ആക്കി എടുക്കുക, ഡെറിവേറ്റീവ് എടുക്കുക. x സ്ക്വയർ 2x ആണെങ്കിൽ sin x ഹോൾ സ്ക്വയർ എന്ന് വരും? 2 into sin x എന്ന് വരും. കഴിഞ്ഞിട്ടില്ല. ആരെയാണോ നമ്മൾ x ആക്കി എടുത്തത് അതിന്റെ ഡെറിവേറ്റീവ് d by dx of sin x. റെഡി? പ്ലസ് cos y ഹോൾ സ്ക്വയർ. മക്കളെ 2 cos y into d by dx of cos y is equal to 1-ന്റെ ഡെറിവേറ്റീവ് 0. റെഡി? ഇവിടെ നോക്ക്,
2 sin x into d by ds of sin x cos x അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സ് sin x ഡെറിവേറ്റീവ് എന്താ? cos x. ശ്രദ്ധിച്ചിരിക്കണേ. പ്ലസ് 2 cos y. ശ്രദ്ധിക്കുക, d by dx ആണ്, പക്ഷെ ഇവിടെ അകത്താരുള്ളേ? cos y. വേരിയബിൾ മാറിയില്ലേ? d by dx ഓഫ് cos x ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ എക്സ് അല്ല, എക്സിന് പകരം ആര് വന്നു? വൈ വന്നു. എക്സിന് പകരം വൈ വന്നാൽ സെയിം കഥ, ആ വൈയെ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു, റിസൾട്ട് എഴുതുന്നു, വൈന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ കോസ് വൈ, കോസ് എക്സിന് മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ കോസ് വൈ എന്ത് വരും മക്കളെ? മൈനസ് സൈൻ വൈ ഇൻറ്റു ആരാ അവിടെ എക്സിന് പകരം വന്നേ? വൈ അല്ലേ? വൈന്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. റെഡി? അപ്പോ നമുക്ക് കിട്ടി 2 sin x cos x പ്ലസും മൈനസും മൈനസ് ആണ്, 2 cos y sin y dy by dx ഈക്വൽ ടു 0. വേണമെങ്കിൽ ഈ ടേമിൽ ഇങ്ങോട്ട് എടുത്താൽ അത് പോസിറ്റീവായി അല്ലേ? എന്ത് കിട്ടി? 2 sin x cos x is equal to 2 cos y sin y dy by dx. നമുക്ക് dy by dx അല്ലേ വേണ്ടേ? അല്ലേ? അപ്പൊ അയാളെ മാത്രം വെക്കുക, ഇത്രയും ടേമിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. ഫൈനൽ ആൻസർ എന്ത് കിട്ടും? dy by dx is equal to 2 sin x cos x divided by താഴെ 2 cos y sin y. വേണമെങ്കിൽ ഇയാളെ sin 2x എന്ന് എഴുതാം, വേണമെങ്കിൽ ഇയാളെ 2 sin 2y എന്നും എഴുതാം. sin 2x അല്ലേ 2 sin x cos x, sin 2y അല്ലേ 2 sin y cos y കേട്ടോ. നിർബന്ധമില്ല, അങ്ങനെ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. യെസ്. Number of discontinuity for the function f of x equal to greatest integer function കേട്ടോ. greatest integer function മക്കളെ, greatest integer function in the interval -2 to 5. -2 മുതൽ 5 വരെയുള്ള ഇന്റർവെല്ലിൽ -2 മുതൽ 5 വരെയുള്ള ഇന്റർവെല്ലിൽ എത്ര പോയിന്റ്സിൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് തെളിയിക്കേണ്ടത്. എടാ -2 മുതൽ 5 എന്ന് പറയുമ്പോൾ -2 ഉം 5 ഉം ഇൻക്ലൂഡഡ് അല്ല. -2 ഉം 5 എന്തല്ല? ഇൻക്ലൂഡഡ് അല്ല അല്ലേ? -2 ഉം 5 ഉം ഇൻക്ലൂഡഡ് അല്ല. റെഡി? -2 മുതൽ 5 വരെ. അപ്പൊ ശ്രദ്ധിക്കുക, -2 മുതൽ 5 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആര് ഇൻക്ലൂഡഡ് അല്ല? -2 ഉം 5 ഇൻക്ലൂഡഡ് അല്ല. വേറെ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും അവിടെ? ഇന്റീജേഴ്സ് ആയിട്ട് -1 ഉണ്ടാവും, 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും അല്ലേ? യെസ്. അപ്പൊ ഞാൻ ഒരു ഇന്റീജർ വാല്യൂ എടുത്തു കേട്ടോ. ഞാൻ ഇപ്പൊ 2 എടുത്തു. ഞാൻ 2ൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? അറ്റ് x ഈക്വൽ ടു 2 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തേ. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് ബോക്സ് x. ശ്രദ്ധിക്കാം, 2 മൈനസ് എന്ന് പറഞ്ഞാൽ മക്കളെ രണ്ടിനേക്കാൾ ചെറിയ നമ്പേഴ്സ് അല്ലേ? രണ്ടിനേക്കാൾ ചെറിയ നമ്പേഴ്സ് 1.99, 1.98, 1.97 ഒക്കെ അല്ലേ? ഇതിന്റെ ഒക്കെ ബോക്സ് വാല്യൂ എത്രയാടാ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എത്രയാ? 1.99, 1.98, 1.97 ഒക്കെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇവിടെ ആൻസർ എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. ഡയറക്റ്റ് 2 കൊടുത്ത് ആൻസർ എഴുതരുത്. എക്സ് ടെൻസ് ടു 2 മൈനസ് എന്നാൽ രണ്ടിനേക്കാൾ ചെറിയ നമ്പേഴ്സ് 1.99, 1.98, 1.97 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. യെസ്. നമ്മള് ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്ത് നോക്കിയാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് യെസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് ബോക്സ് എക്സ്. രണ്ടിനേക്കാൾ വലിയ നമ്പേഴ്സ് എടുക്കുമ്പോൾ മക്കളെ, രണ്ടിനേക്കാൾ വലിയ നമ്പേഴ്സ് വരുമ്പോൾ 2.01, 2.02, 2.03 എടാ ഇതിന്റെ ഒക്കെ ബോക്സ് വാല്യൂ എത്രയാ? 2.01, 2.02, 2.03 ഒക്കെ ബോക്സ് വാല്യൂ എത്രയാ? യെസ് 2.01 ആണെങ്കിൽ 2.01നേക്കാൾ ചെറുതായ ഏറ്റവും വലിയ ഇന്റീജർ എന്ന് പറയുന്ന ആരാ? 2 അല്ലേ? ആൻസർ എന്ത് വരണം? 2 വരണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോൾ നമുക്ക് 1 എന്നും കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 എന്നും കിട്ടി. രണ്ടും ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ. അതിന്റെ അർത്ഥം എന്താ? ഈ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു 2ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അറ്റ് x ഈക്വൽ ടു 2ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ ഓരോ ഇന്റീജേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. 3ൽ ചെക്ക് ചെയ്യാം, 4ൽ ചെക്ക് ചെയ്യാം, 1ൽ ചെക്ക് ചെയ്യാം, 0ൽ ചെക്ക് ചെയ്യാം, -1ൽ ചെക്ക് ചെയ്യാം അല്ലേ? ഈ ഇന്റീജർ വാല്യൂസിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടാം. റെഡി? എടാ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇപ്പൊ ഞാൻ 3 മൈനസ് എടുത്ത് വെച്ചോ, ബോക്സ് എക്സ് 3 മൈനസ് എന്നാൽ 2.99, 2.98 ഒക്കെ അല്ലേ? അത്തരം നമ്പേഴ്സ് ഒക്കെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ എത്ര കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് ബോക്സ് എക്സ് ആണെങ്കിലോ 3നേക്കാൾ വലിയ നമ്പേഴ്സ്
3.1 3.2 അവരുടെയൊക്കെ ബോക്സ് വാല്യൂ എത്ര കിട്ടും നമുക്ക് 3 എന്ന് കിട്ടുക. ഈക്വൽ ആണോ? അല്ല കേട്ടോ. അപ്പൊ ഇന്റീജർ വാല്യൂസിലേക്ക് പോകും തോറും നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടുക കേട്ടോ. അപ്പോ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, എത്ര പോയിന്റുകൾ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചത് 1 2 3 4 5 6 6 പോയിന്റുകളിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. റെഡി? യെസ്. e raised to a cos inverse x നമുക്ക് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക. യെസ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, y is equal to e raised to a cos inverse x. നമുക്ക് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനില് അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ആരെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡെറിവേറ്റീവിന് കണ്ടുപിടിക്കണം. എങ്ങനെയാ? e raised to x ന്റെ ഡെറിവേറ്റീവ്, e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ് അല്ലേ? അപ്പോ ഇവിടെ e raised to x ന് പകരം a cos inverse x ആ. അപ്പോ ഇത്രയും ആളെ നമ്മൾ എന്താക്കി എടുക്കണം? ഇത്രയും ആളെ ഞാൻ x ആക്കി എടുക്കണം അല്ലെ? e raised to x ന്റെ e raised to x ആണെങ്കിൽ e raised to a cos inverse x എന്ത് വരും? e raised to a into cos inverse x. കഴിഞ്ഞിട്ടില്ല. ആരെയാണോ നമ്മൾ x ആക്കി എടുത്തത് അയാളുടെ ഡെറിവേറ്റീവ് അല്ലെ? d by dx of a into cos inverse x ചെയ്താലേ അത് തീരും. റെഡി? എങ്ങനെ ചെയ്യും മക്കളെ? dy by dx is equal to, ശ്രദ്ധിക്കുക, e raised to a cos inverse x അല്ലേ? ആരാ e raised to a cos inverse x? e raised to a cos inverse x എന്ന y ആ കേട്ടോ. അപ്പൊ e raised to a cos inverse x ന് പകരം ഞാൻ എന്ത് കൊടുത്തു? e raised to a cos inverse x ന് പകരം ഞാൻ എന്ത് കൊടുത്തു? y എന്ന് കൊടുത്തു. റെഡി? d by dx of a cos inverse x, a കോൺസ്റ്റന്റ് ആണ്, a പുറത്ത്. cos inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? -1 by root of 1 minus x square. റെഡി? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? dy by dx is equal to -ay by root of 1 minus x square. ഇത്രയും സംഗതി ഓക്കെ ആണോ? റെഡി? ആ y വന്നതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? e raised to a cos inverse x എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. അത് എപ്പോഴെപ്പോഴും എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് കൊടുത്തത്? y എന്ന് കൊടുത്തത് കേട്ടോ. യെസ്. ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. റെഡി? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ √1 minus x square ഇങ്ങോട്ടേക്ക് എടുക്കാം അല്ലെ? എന്നാ പ്രൊഡക്റ്റ് റൂൾ ആയില്ലേ? യെസ്, ശ്രദ്ധിച്ചോ. √1 minus x square ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു dy by dx ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ -a into y എന്ന് കിട്ടി. റെഡി? യെസ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മായ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം dy by dx ഇവിടെ എഴുതി വെക്കട്ടെ കേട്ടോ, നമുക്ക് ആവശ്യമുണ്ടത്. -ay by root of 1 minus x square ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. യെസ്, ബാക്കിയുള്ള ആൾക്കാരൊന്നും മായ്ക്കുന്നുണ്ട്. മൊത്തം എഴുതുമ്പോൾ നമുക്കത് കിട്ടില്ല കേട്ടോ. യെസ്, ശ്രദ്ധിക്കാം. അപ്പോ √1 minus x square ഞാൻ ഇങ്ങോട്ട് എടുത്തു. √1 minus x square dy by dx is equal to -a into y. റെഡി? ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്തേ മക്കളെ. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ? ആരാ ഫസ്റ്റ് ഫംഗ്ഷൻ? ഇയാള് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. √1 minus x square into dy by dx ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? d square y by dx square. റെഡി? പ്ലസ് dy by dx into √1 minus x square ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. √x ന്റെ 1/2 √x അല്ലേ? അപ്പൊ ഇയാളുടെ എന്ത് വരും മക്കളെ? ശ്രദ്ധിച്ചോ, 1/2 √1 minus x square. 1/2 √1 minus x square. കഴിഞ്ഞിട്ടില്ല. √x വന്നാലേ 1/2 √x. ഇവിടെ x അല്ല, x ന് പകരം ആരാണ്? 1 minus x square അല്ലേ? 1 minus x square ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ? 1 ന്റെ ഡെറിവേറ്റീവ് 0 minus x square എന്താ? 2x is equal to -a into y ന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? y ന്റെ ഡെറിവേറ്റീവ് dy by dx. ഓക്കെ? യെസ്, ഒന്ന് വൃത്തിക്ക് എഴുതാം. √1 minus x square d square y by dx square അല്ലേ? 0 minus 2x എന്ത് കിട്ടും? -2x അല്ലേ? ആ മൈനസും ഈ പ്ലസും മൈനസ് ആയില്ലേ? യെസ്, 2x by 2 √1 minus x square dy by dx equals -a into dy by dx. റെഡി? യെസ്. ഈ ടൂം വെട്ടാലോ? വെട്ടാം. യെസ്, കുറച്ചുകൂടി. √1 minus x square d square y by dx square അല്ലേ? മൈനസ് x by √1 minus x square dy by dx equal to -a into dy by dx അല്ലേ? മക്കളെ, എന്റെ കൂടെ നമുക്ക് a square y വേണ്ടത് അല്ലേ? എടാ dy by dx നമുക്കറിയാം. എന്താ dy by dx? ഇതാ dy by dx ഗിവൺ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. dy by dx ആരാ? -ay by √1 minus x square കൊടുക്കാട്ടോ. dy by dx ന് പകരം ശ്രദ്ധിക്കുക,
മൈനസ് ഇൻറ്റു മൈനസ് എ വൈ ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. റെഡി? അപ്പൊ എന്ത് കിട്ടി ശ്രദ്ധിച്ചോ? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് മൈനസ് ഇൻറ്റു ചെയ്താൽ പ്ലസ് എ സ്ക്വയർ വൈ ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. റെഡി? നമുക്ക് ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ 0 മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ റൈറ്റ് സൈഡ് 0 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോ ഈ ടേമിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ അത് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവില്ലേ? മൈനസ് ആവില്ലേ? ഇതാ ഞാൻ ഇവിടെ കൊടുത്തു കേട്ടോ, ശ്രദ്ധിച്ചോ. മൈനസ് എ സ്ക്വയർ വൈ ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. റെഡിയാണോ? ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കടാ. 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വേണ്ട, പക്ഷെ ഇവിടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ടേംസിനും എന്ത് ചെയ്യണം? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഇപ്പൊ ഇവിടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ തരും 1 മൈനസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് അല്ലെ? യെസ്. മൈനസ് ഇവിടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കട്ടായി പോയില്ലേ? ബാക്കി ആരുണ്ടാവുള്ളൂ? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഡാഷ് കിട്ടും. റെഡി? ഇവിടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ കട്ട് ചെയ്യുമ്പോൾ മക്കളെ ഈ സാധനം ഈ ഡിനോമിനേറ്റർ കട്ടായില്ലേ? ബാക്കി ആരേ ഉള്ളൂ? എ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 0 അല്ലെ? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിനെ മൊത്തത്തിൽ ത്രൂ ഔട്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആളെ കിട്ടിയില്ലേ? 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് എ സ്ക്വയർ ബൈ ഈക്വൽ ടു 0. റെഡി? അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട്. y is equal to e raised to a cos inverse x, അതുപോലെ sin inverse x, y is equal to sin inverse x തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, y is equal to tan inverse x വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും എന്ത് ചെയ്യണം? നിങ്ങൾ റിവൈസ് ചെയ്യണം. ഓക്കെ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാൽക്കുലസിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണണം, മനസ്സിലാക്കണം. കാൽക്കുലസ് പേടി കൊണ്ട് നിങ്ങളത് വിട്ടുകളയരുത് കേട്ടോ. അപ്പൊ ബി കോൺഫിഡന്റ്. ആ ഒരു പ്രോസസ്സ് എപ്പോഴും എന്ത് ചെയ്യുക? ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം നല്ലതായിട്ട് വരുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക, മാർക്ക് വാങ്ങുക. ബൈ.